ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നാടൻ കല്ലുമ്മക്കായാണിത്. നാടൻ കല്ലുമ്മക്കായ നന്നാക്കേണ്ട വിധമാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്, നല്ല ഫ്രഷ് കല്ലുമ്മക്കായ. ഇത് നമുക്ക് നന്നാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിന് വേണ്ടി നമ്മളൊരു വലിയ പാത്രത്തിൽ വെള്ളം നല്ലോണം ഒന്ന് ചൂടാക്കി 5 മിനിറ്റ് അതിൽ മുക്കിയിടും. ഇത് വെള്ളം ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് നല്ലോണം ചൂടുവെള്ളത്തിലൊന്ന് കിടക്കണം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് അപ്പോഴേക്കും അതിൻ്റെ ഉള്ളൊക്കെ വേർതിണ്ടാവാം, എന്നിട്ട് എടുക്കാം. ഇതിങ്ങനെ വെള്ളം നല്ലോണം വേണം അത് മുന്നിൽ നിന്ന് കിടക്കാനായിട്ട്. കണ്ടില്ലേ, ഇപ്പം എല്ലാം നമ്മുടെ ഉള്ള കല്ലുമ്മക്കായ മുഴുവൻ ഇതിലിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ഇത്തിരി അധികം ഉണ്ടെങ്കിലും ഇതിൻ്റെ കഴിവ് കിട്ടി വരുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. കാണുമ്പോൾ ഇതിൻ്റെ ഈ ഷെല്ലുകൊണ്ടൊക്കെ ഇത് അധികം തോന്നിക്കണതാണ്. ഒരു പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിൽ കിടന്ന് പെട്ടെന്ന് തന്നെ ആവിയിൽ കിടന്ന് നല്ലോണം ഒരു തള വരണോടുമ്പോൾ നിർത്താം. നമുക്ക് നോക്കാം തുറന്നിട്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇനി നമുക്ക് ഇതിൽ കിടന്നിട്ട് ഒന്ന് പുഴുകി വേവാനായിട്ട് തീ ഓഫ് ചെയ്ത് ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കുക. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം. എന്നിട്ട് ഏകദേശം ഉള്ളൊക്കെ വെന്ത് ഇതങ്ങനെ വിടിഞ്ഞുണ്ടാവും. ഇനി നമുക്ക് എടുക്കാം. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഓട്ടിയുള്ള കയ്യിലായ കാരണം അങ്ങനെ വെള്ളം വാർന്നു പോയിട്ടുണ്ട്. ഇത് നല്ല കാൽസ്യം അടങ്ങിയ ഒരു ഡിഷാണ്. ഇതുകൊണ്ട് ഉണ്ടാക്കിയ റോസ്റ്റ് ഉണ്ടാക്കിയ നല്ലോണം കാൽസ്യം അടങ്ങിയുള്ളതാണ് കല്ലുമ്മക്കായയിൽ. പിന്നെ നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കും ചെയ്യാം. ഏകദേശം എല്ലാതും കോരിയിട്ടുണ്ട്. കാണുമ്പോൾ കുറേ ഉണ്ടെന്നുള്ള, പക്ഷെ ഇത് കുറച്ചുണ്ടാവുള്ളൂ നന്നാക്കി വരുമ്പോൾ. ഇനി നന്നാക്കണ പ്രൊസീജിയർ കാണിക്കാം. ഇത് നമ്മളിങ്ങനെ എടുത്ത് ഇതിങ്ങനെ പൊളിക്കാം. അതിന് ശേഷം മുഴുവനായിട്ട് പൊളിക്കേണ്ട. ഇതിങ്ങനെ എടുത്ത് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കഴുമ്പ് നമ്മളിതിങ്ങനെ ഈ സാധനം ഇങ്ങനെ കളയണം. ഇതാണ് ഈ കളയേണ്ട സാധനം. ഇത് നമ്മളിങ്ങനെ വരഞ്ഞെടുക്കാം. ഇതുപോലെ എല്ലാ ഷെല്ലും തുറന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട്. ഇതിൽ നമ്മൾ ഇതിങ്ങനെ എടുത്ത് ഈ അഴുക്ക് ഇങ്ങനെ കളയണം. ഇതാണ് ഇതിൻ്റെ അഴുക്ക്. അങ്ങനെ എല്ലാതും നമ്മൾ ക്ലിയർ ആക്കണം. അല്ലെങ്കിൽ നമുക്ക് വയറുവേദന അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും ഈ സാധനമൊക്കെ പെട്ട് കഴിഞ്ഞാൽ. ഇതുപോലത്തെ ഞാരും കളയണം. കണ്ടില്ല, ഇങ്ങനെ കൊമ്പ് പോലത്തെ. ഇത് നമ്മൾ ഈ ഒരു കല്ലുമ്മക്കായയിൽ ഇതിങ്ങനെ പുറത്തായിട്ട് ഇങ്ങനെ ഒരു ഇത് കിടക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്ത് അതിൻ്റെ വേര് പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കേണ്ടപ്പോൾ അതും കൂടി എടുക്കണം. ഇത് കണ്ട, അതും കൂടി നമ്മളെടുത്ത് മാറ്റണം. ചിലത് കല്ലുമ്മക്കായയുടെ പുറത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണത് ഇങ്ങനെ വരണ്ടിയെടുക്കുക. നമ്മളെല്ലാ കല്ലുമ്മക്കായും നന്നാക്കിയപ്പോൾ ഇത് ആകെ ഇത്രയുള്ള അതൊന്ന് നമുക്ക് വെള്ളത്തിലൊന്നിട്ട് കഴുകി എടുക്കാം. ഇത് വെള്ളത്തിലിട്ട്
അങ്ങനെ അലമ്പി കഴുകിയെടുക്കുക. നല്ല ക്ലീൻ നന്നാക്കണതൊക്കെ ഞാൻ വീഡിയോയിൽ നല്ലോണം ഇട്ടിട്ടുണ്ട്. അത് നോക്കി അതുപോലെ ശ്രദ്ധിച്ച് നന്നാക്കണം. അതുപോലെ ഇങ്ങനെ വെള്ളം പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വാല വെച്ചാലും മതി. കുഞ്ഞ കല്ലുമ്മക്കായാണ്, അത് കാരണം അധികം കഴുമ്പില്ല. അല്ലെങ്കിൽ നല്ല വലുതാന്ന് വെച്ചാൽ നല്ല മൂത്ത ഇതാന്ന് വെച്ചാൽ നല്ല വലുപ്പത്തിൽ കിട്ടും. ഇതിപ്പോൾ ചെറുതാണ്. ഞാൻ നല്ലോണം എല്ലാ ഭാഗങ്ങളും അഴുക്കുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി പിഴിഞ്ഞ് വെച്ചതാണ്. അതിൽ നമുക്കിത് അധികം വലുപ്പം ആവാത്ത കാരണമാണ് അങ്ങനെ ചെറുതായിട്ട് കിട്ടണം. അത്ര വലുപ്പമില്ല. വലിയതാന്ന് വെച്ചാൽ നല്ല വലുപ്പത്തിൽ കിട്ടും. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, അതുപോലെ ഇഞ്ചി എടുക്കുന്നുണ്ട്, ചെറുനാരങ്ങയുടെ നീര്, മഞ്ഞൾ പൊടി 1 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1.5 സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, ചെറുനാരങ്ങയുടെ നീര്, എല്ലാം കൂടി ഒന്ന് കൂട്ടി തിരുമ്പി ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതൊന്നൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് വറുത്ത് കോരാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കണം. ആദ്യം നമുക്ക് വേപ്പില ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം. പച്ചമുളക് ഒന്ന് വറുത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യം. അതുപോലെ പച്ചമുളകും കോരാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച കല്ലുമ്മക്കായ എണ്ണയിൽ ചേർക്കാം. നീങ്ങി നിൽക്കണം, ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കിട്ട്. അപ്പം മെല്ലെ നീങ്ങി നിൽക്കണം. ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് മറച്ച് കൊടുക്കാം. അപ്പം എല്ലാ ഭാഗവും മറിഞ്ഞിങ്ങനെ വെന്തോളും. എന്നിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മളിപ്പോൾ കല്ലുമ്മക്കായ ഡ്രൈ റോസ്റ്റാണ് ചെയ്യണേ. ജസ്റ്റ് ഗ്രേവിയുള്ള മോഡലിന് ചെയ്യാം. അതിപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ട് നാളികേരക്കൊത്തിട്ട് ഡ്രൈ ആയിട്ടാണ് ചെയ്യണത്. ഇതെല്ലാതും ഒരുവിധം റോസ്റ്റ് ആയിട്ട് കണ്ട. ഇത് ഈ ഒരു പാകണത്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് എടുക്കാം. അല്ല വലിയ കല്ലുമ്മക്കായ ആകുമ്പോൾ അങ്ങനെ വലിയതായിട്ട് കിട്ടും. ഇതിപ്പോൾ എനിക്ക് മീഡിയം സൈസാണ് കിട്ടിയത്. അത് കാരണം അങ്ങനെ ഒരു പല വലുപ്പത്തിലായിട്ട് കിട്ടണത്. എല്ലാതും നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് മാറ്റി വയ്ക്കാം. വേറൊരു പാൻ വെച്ച് നമുക്ക് നാളികേരക്കൊത്ത് ആദ്യം വഴറ്റിയെടുക്കാം. കുറച്ച് നാളികേരക്കൊത്ത് ഒരു 1/2 കപ്പോളം ഉണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഭാഗമാകുമ്പോൾ നമുക്ക് എടുക്കാം. നാളികേരക്കൊത്തിൻ്റെ ഒരു പച്ചപ്പൊന്ന് മണം മാറിയാൽ മതി. രണ്ട് സവോള നീളത്തിലായിരിക്കും. മീഡിയം സൈസ് സവോളയാണ്. കുറച്ച് വേപ്പിൻ്റെ ഇല ഇടാം. സവോള ഒന്ന് വാടി വരണം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച കല്ലുമ്മക്കായ റോസ്റ്റ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് ഉപ്പിടാം നമുക്ക്. ഈ സവോള അപ്പോൾ പെട്ടെന്ന് വാടും ചെയ്യും, സവോളയ്ക്കുള്ള ഉപ്പാവും ചെയ്യും. സവോള കണ്ടില്ല, ജസ്റ്റ് ഒന്ന് കളറ് മാറിയുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ച കല്ലുമ്മക്കായ ചേർക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരിയ നാളികേരക്കൊത്തും ചേർക്കാം.
ഇതൊന്നിങ്ങനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് യോജിച്ച് വരണം. എന്നിട്ടൊന്ന് ഇതിൽ വെള്ളമൊക്കെ വറ്റി ഡ്രൈ റോസ്റ്റ് ആവണം. ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. സവോള ഇത്തിരി അധികം ഇട്ടത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവോള ഇവിടെ ഇഷ്ടമാണ് നല്ലോണം കഴിക്കാനായിട്ട്. അത് കാരണം എല്ലാ കറിയിലും ഞാൻ സവോള നല്ലോണം ഇടും. സവോളയും വേപ്പിൻ്റെ അരി അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ സവോള ഞാൻ അധികം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടില്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കണ്ട. ഇനി നമുക്കിത് വറുത്ത് പോരാം. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ കല്ലുമ്മക്കായ ഡ്രൈ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. കള്ളുഷാപ്പിലൊക്കെ മെയിൻ ഡിഷാണത് കല്ലുമ്മക്കായ റോസ്റ്റ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.